സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക വിളിക്കുമ്പോൾ ദേവൻ പതിയെ കൈകൾ ചലിപ്പിക്കുകയും കണ്ണു തുറക്കുകയും ചെയ്യുവാണല്ലോ. അത് കാണുന്നതും അവർക്കൊത്തിരി സന്തോഷമാകുവാണ്. ഈ സമയത്ത് ഡോക്ടേഴ്സൊക്കെ പറയണേ ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല. അങ്ങനെ ഡോക്ടേഴ്സിൻ്റെ വാക്ക് കേട്ട് സന്തോഷത്തോടെ പുറത്തിരിക്കുമായിരിക്കും രാധികയും യശോദയൊക്കെ. ഈ സമയം യശോദ രാധികയോട് പറയുന്നുണ്ട്, മോളെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവരം ഫിദ മാഡത്തെ വിളിച്ചു പറയണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് സന്തോഷം ഉണ്ടായാലും അത് ആദ്യം അറിയിക്കേണ്ടത് ഫിദ മാഡത്തിനെയാണ്. മാഡത്തോടാണ് നന്ദി പറയേണ്ടത്. അച്ഛന് ഇത്രയും നല്ലൊരു ചികിത്സ കിട്ടാൻ കാരണം മാഡം തന്നെയാണ്. ശരിയാമ്മേ, നമുക്ക് വേണ്ടി എത്രയൊക്കെ നല്ല കാര്യങ്ങളാണ് ഫിദ മാഡം ചെയ്തത്. അച്ഛൻ്റെ മാറ്റത്തെക്കുറിച്ച് മാഡത്തോട് പറയുമ്പോൾ മാഡത്തിന് ഇത്തിരി സന്തോഷവും. ഞാൻ ഇപ്പം തന്നെ മാഡത്തെ ഫോണിൽ വിളിക്കാം. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്ന് എഴുന്നേറ്റ് ഫിദയെ ഫോണിൽ വിളിക്കുവാണ്. ഈ സമയം രാധികയുടെ കോൾ കാണുന്നതും ശ്യാമക്കാണെങ്കിൽ ഫോൺ എടുക്കാനേ തോന്നുന്നില്ല കേട്ടോ. അന്നേരം കോളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അമൃത ചെന്ന് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ സമയം ഫിദയെ അന്വേഷിക്കുവാണ് രാധിക. ഫിദ മാഡം ഇല്ല മാഡം, ഫിദ ഇവിടെ ഉണ്ട്. എന്നിട്ടെന്താ ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കാഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാഡത്തിനൊന്ന് ഫോൺ കൊടുക്കാവോ? പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ? എന്താണെങ്കിലും ഞാൻ ഫോൺ കൊടുക്കാം. അങ്ങനെ പറഞ്ഞ് ശ്യാമക്ക് ഫോൺ കൊടുക്കുവാണ്. സംസാരിക്കാൻ പറയുവാണ് കേട്ടോ അമൃത. അന്നേരം ശ്യാമ ഫോൺ വാങ്ങുന്നുണ്ട്. അന്നേരം ശ്യാമയുടെ ശബ്ദത്തിലെ മാറ്റവും താങ്കളുടെ അകൽച്ച പോലെയുള്ള ഒരു സംസാരമൊക്കെ കേട്ടിട്ട് രാധികയ്ക്ക് വിഷമാവുന്നുണ്ട്. രാധിക മാഡത്തോട് അതിൻ്റെ കാര്യവും അന്വേഷിക്കുന്നുണ്ട്. എന്ത് പറ്റി ഫിദ മാഡം? എന്താ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അന്നേരം ശ്യാമ പറയുവാണ്, ചില കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യാതിരിക്കുന്നതും തെറ്റാണ്. അങ്ങനെ ശ്യാമ പറയുന്നത് എന്താണെന്ന് രാധിക കാണിക്ക് മനസ്സിലാവുന്നില്ല. ഈ സമയം അധികം സംസാരിക്കാതെ ശ്യാമ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ടോ. അന്നേരം അമൃത ശ്യാമയോട് പറയണേ, മോൾക്ക് എന്താണെങ്കിലും നല്ല വിഷമമായിട്ടുണ്ട്. അന്നേരം ശ്യാമ പറയുക, ആകട്ടെ, ലാളിക്കാൻ മാത്രമല്ല ശ്വാസിക്കാൻ വേണമല്ലോ. ഈ സമയത്ത് രാധികയുടെ മനസ്സിലാണെങ്കിൽ വല്ലാത്ത ടെൻഷനാണ്. മാഡം എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? അതിന് മാത്രം എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റാണ് ഉണ്ടായത്? എന്താണെങ്കിലും മാഡത്തെ നേരിൽ കാണാം. എന്താ മാഡത്തിൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞ് രാധിക നേരെ ഫിദയുടെ അരികിലേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വരുണിനെയാണ്. ഈ സമയം വരുണിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോണിൽ ടെൻഷനോട് കൂടി സംസാരിക്കുന്ന വരുണിനെയും കാണിക്കുന്നുണ്ട്. പിന്നീട് പ്രിയങ്ക തന്നെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് ഏർപ്പാടാക്കുന്ന ഗുണ്ടകളോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം പ്രിയങ്ക പറയണേ, ഇന്ന് രാത്രി നിങ്ങൾ എന്നെ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകണം. പ്ലാനിങ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒരു മിസ്റ്റേക്കും വരുത്താൻ പാടില്ല. ഇന്ന് പാതിരാത്രിയാകുമ്പോൾ എന്നെ നിങ്ങൾ ബോധം കരുതി പോകുന്ന പോലെ പോകണം. എല്ലാവരും എന്നെ ആരോ തട്ടിക്കൊണ്ട് പോയി എന്ന് തെറ്റിദ്ധരിക്കണം. പിന്നീട് പ്രിയങ്ക നേരെ ചെല്ലുന്നത് വീട്ടിൽ ആദിവാശ്ശേരിയിലേക്കാണ്. അവിടെ മുത്തശ്ശി വീട്ടിലുണ്ടാകും കേട്ടോ. അങ്ങനെ മുത്തശ്ശി തൻ്റെ പ്ലാൻ നടത്താനായിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞതുപോലെ ഇന്ന് രാത്രി തന്നെ അവർ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ എന്നെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയതായിട്ട് അവർക്ക് മുമ്പിൽ കാണിക്കും. പിന്നെ മുത്തശ്ശിയുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇവിടുന്ന് ഷൂട്ടിങ്ങിനായിട്ട് ഹൈദരാബാദിലേക്ക് പോകുന്നത്. വരുണിനെ എനിക്കൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അന്നേരം സുകുമാരിയമ്മ പറയുന്നുണ്ട്, നീ വിഷമിക്കാതിരിക്കെ, വരുണിൻ്റെ അധികം ഒരിക്കലും ഒന്നിപ്പിക്കാൻ പോകുന്നില്ല. അതിനെ മുത്തശ്ശി സമ്മതിക്കില്ല. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് പ്രിയങ്ക. ഇതേ സമയത്താണെങ്കിൽ പ്രിയങ്കയുടെ പ്ലാനൊക്കെ ഉർവശി മറന്നുവെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അതെല്ലാം ചന്ദ്രശേഖരനെ വിളിച്ചറിയിക്കുന്നുണ്ട്. അന്നേരം ചന്ദ്രശേഖരൻ അതൊക്കെ കേട്ടിട്ട് പറയണേ, പ്രിയങ്ക തൽക്കാലം എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. അവരുടെ ഈ പ്ലാൻ നമ്മൾ പൊളിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഫിദയുടെ വീട്ടിലെത്തുന്ന രാധികനെയാണ് കേട്ടോ. അങ്ങനെ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ അമൃത വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. ഈ സമയം രാധികയെ കാണുന്നതും അമൃത പെട്ടെന്ന് ടെൻഷനാകുവാണ്. രാധിക അവിടെ വന്നിട്ടുണ്ടെന്ന് ശ്യാമ മനസ്സിലാക്കുവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പർദ്ദയാക്കിയിട്ട് ഫിദയുടെ വേഷത്തിലിരിക്കുവാണ് ശ്യാമ. ഈ സമയം രാധിക അങ്ങോട്ട് വന്ന് ഫിദയോട് തന്നോടുള്ള ഈ അകൽച്ചയുടെ കാര്യം എന്താണെന്നൊക്കെ അന്വേഷിക്കുന്നൊക്കെയുണ്ട്. ഈ സമയം ശ്യാമ വരുണിനെ രാധികയെ കുറിച്ച് ചോദിക്കുവാണ്. ആശ്രമത്തിൽ വരുണം ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുവാണ്. രാധികയുടെ അറിവോടെയാണോ വരുൺ ആശ്രമത്തിലെത്തിയതെന്ന് ശ്യാമ ചോദിക്കുവാണ് കേട്ടോ. അന്നേരം അക്കാര്യത്തിൽ തനിക്കൊരറിവില്ല എന്നും വരുൺ നമ്മളെ ഫോളോ ചെയ്ത് അവിടെ എത്തിയതാണെന്ന് നോക്കി രാധിക പറയുന്നുണ്ട്. അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് ശ്യാമക്ക് വല്ലാത്ത തളർച്ച തോന്നുകയും രാധികയുടെ മേത്തേക്ക് തളർന്നു വീഴുകയും ചെയ്യുവാണ്ടോ. അതുകൊണ്ട് രാധികയും അമൃതയ്ക്ക് ടെൻഷനോട് കൂടി ഇരിക്കുകയാണ്. ഈ സമയം വെള്ളം എടുക്കാനായിട്ട് അമൃത താഴത്തേക്ക് പോകുമായിരിക്കും. അന്നേരം ശ്യാമയെ കട്ടിലേക്ക് എടുത്തുവാട്ടോ രാധിക. എന്നിട്ട് ഒരു ടവലെടുത്ത് ശ്യാമയുടെ കയ്യിലും മറ്റുമൊക്കെ ഒപ്പുവാണ്. ഈ സമയം മുഖത്തും കൂടി ഒപ്പാനായിട്ട് ആ പർദ്ദയുടെ തുണിയുണ്ടല്ലോ അതിങ്ങനെ പൊക്കാനായിട്ട് തുടങ്ങുമായിരിക്കും രാധിക. ഈ സമയത്ത് ഈ കാഴ്ച കൊണ്ടായിരിക്കും അമൃത അങ്ങോട്ടേക്ക് വെള്ളവുമായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കമ്മിങ് സൂൺ പ്രൊമോയിൽ കാണിക്കുന്നത്.
അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ.